നമസ്കാരം. ആദ്യ വാർത്തയിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. ഘടകകക്ഷികളുമായി പ്രത്യേകം ചർച്ച നടത്തി സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ UDF തീരുമാനം. ഇതിനായുള്ള ഉഭയകക്ഷി ചർച്ച ഈ മാസം 10-ന് ആരംഭിക്കും. പ്രളയശേഷമുള്ള കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനായി പ്രത്യേക പാക്കേജ് നടപ്പാക്കണമെന്നും UDF യോഗം ആവശ്യപ്പെട്ടു. അധിക സീറ്റ് അവകാശവാദം യോഗത്തിൽ ഉന്നയിക്കേണ്ടെന്നും ഉഭയകക്ഷി ചർച്ച നടത്തി തീരുമാനിക്കാമെന്നും UDF യോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ മുന്നണി ചെയർമാൻ രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ചു. ഈ മാസം 10 മുതൽ എല്ലാ കക്ഷികളുമായും ചർച്ച നടത്താൻ തീരുമാനമായി. ഇതോടെ പുറത്ത് അവകാശവാദം ഉയർത്തിയവരും യോഗത്തിൽ ഇത് ഉന്നയിച്ചില്ല. മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ മുസ്ലിം ലീഗുമായിട്ടാവും ആദ്യ ചർച്ച. ഒരു തർക്കവുമില്ലാതെ സൗഹാർദ്ദപരമായി സമാധാനപരമായി എത്രയും വേഗം സീറ്റ് ചർച്ചകൾ പൂർത്തീകരിച്ച് ഈ മാസം ഫെബ്രുവരി മാസം അവസാനം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം ഫെബ്രുവരി അവസാനത്തോടു കൂടി നടത്തണമെന്ന നിർദ്ദേശമാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഘടകകക്ഷികളുടെ അവകാശവാദത്തിന് കോൺഗ്രസ് നേതാക്കൾ മറുപടി നൽകി വിവാദമാക്കരുതെന്ന മുസ്ലിം ലീഗിന്റെ നിർദ്ദേശവും യോഗം അംഗീകരിച്ചു. UDF പ്രവേശനത്തിന് അപേക്ഷ നൽകിയ ചെറു പാർട്ടികളുമായി ചർച്ച നടത്താൻ കൺവീനർ ബെന്നി ബെഹനാന്റെ നേതൃത്വത്തിൽ ഒരു സമിതിയെ ചുമതലപ്പെടുത്തി. സംസ്ഥാന കേന്ദ്ര ബഡ്ജറ്റുകളിലെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ എല്ലാ മണ്ഡലങ്ങളിലും ഈ ചൊവ്വാഴ്ച പ്രതിഷേധ മാർച്ച് നടത്താനും യോഗം തീരുമാനിച്ചു. പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. കേരള കോൺഗ്രസ് പിളർത്തി UDF-ലെത്താൻ PC ജോർജ്. PJ ജോസഫിനെ കേരള കോൺഗ്രസിൽ നിന്ന് അടർത്തിമാറ്റി പുതിയ പാർട്ടിയുണ്ടാക്കി UDF-ൽ കയറിക്കൂടാനാണ് PC ജോർജിന്റെ ശ്രമം. നേരിട്ട് UDF-ലേക്കുള്ള ജോർജിന്റെ അപേക്ഷ പരിഗണിക്കുക പോലും ചെയ്യാതിരുന്ന സാഹചര്യത്തിലാണ് കുറുക്കുവഴിയോടുള്ള നീക്കം. ജോസ് കെ മാണിയുടെ കേരള യാത്രയും ഇടുക്കി സീറ്റിന് വേണ്ടിയുള്ള തർക്കവും കേരള കോൺഗ്രസിലെ 2 ഇലകളിലൊന്ന് കൊഴിയുമെന്ന കണക്കൂട്ടലിലാണ് PC ജോർജിന്റെ പുതിയ നീക്കം. ഈ 2 വിഷയങ്ങളിലും ജോസഫിനൊപ്പം ഉണ്ടായിരുന്ന നേതാക്കളെല്ലാം KM മാണിക്കും ജോസ് കെ മാണിക്കും എതിരാണ്. ഇതോടെയാണ് പിളർപ്പിന്റെ ആദ്യപടിയായി വിലയിരുത്തപ്പെട്ട ജോസഫ് വിഭാഗത്തിന്റെ പ്രാർത്ഥനായജ്ഞത്തിൽ വിളിക്കാത്ത അതിഥിയായി PC എത്തിയത്. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതായിരുന്നു പ്രാർത്ഥനായജ്ഞത്തിൽ ജോർജ് നടത്തിയ പ്രസംഗം. കോഴയ്ക്കെതിരെ ജോസഫ് സമരം നടത്തുമ്പോൾ KM മാണി എങ്ങനെ പങ്കെടുക്കുന്നത്? നിങ്ങൾ എന്തറിഞ്ഞുണ്ടായി വർത്തമാനം പറയുന്നത്? കോഴയ്ക്കെതിരെ ബഹുമാനപ്പെട്ട PJ ജോസഫിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രാർത്ഥന സഫലമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇടയ്ക്ക് NDAക്കൊപ്പം ചേർന്ന് നിന്ന PC ജോർജ് പിന്നീട് UDF-ലെത്താൻ നേരിട്ട് തന്നെ ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ കോൺഗ്രസ് അത് മുളയിലേ നുള്ളി. ജോർജിനെ കൂടെ കൂട്ടില്ലെന്ന സൂചന ചില UDF നേതാക്കൾ തന്നെ പരസ്യമായി നൽകി. ഇതോടെയാണ് പുതിയ നീക്കം. പിളർന്നാലും PJ ജോസഫിന് UDF-ൽ സ്ഥാനമുറപ്പാണ്. KM മാണിയുടെ ഇടതുമുന്നണി പ്രവേശന നീക്കം തടുത്ത PJ ജോസഫിനെ UDF കൈവിടാൻ വഴിയില്ല. 2 MLA-മാരുള്ള ജോസഫ് വിഭാഗത്തിന് 3-മതൊരു MLA കൂടി കിട്ടുന്നു എന്നതാണ് തന്നെ ഒപ്പം കൂട്ടുന്നതിന്റെ നേട്ടമായി PC ജോർജ് മുന്നോട്ട് വെക്കുന്നത്. തീരുമാനമെടുക്കേണ്ടത് PJ ജോസഫാണ്. തൽക്കാലം PC ജോർജിന്റെ ഓഫറിനോട് നോ പറഞ്ഞിട്ടില്ലെന്ന് മാത്രം. ജോർജിനെ കൂടെ കൂട്ടിയാലുണ്ടാകാവുന്ന പുകുലുകൾ കൂടി കണക്കിലെടുത്ത് PJ ജോസഫ് ഈ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ വഴിയുള്ളൂ. R കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി യോഗം ഇന്ന് ചേരും. മലപ്പുറത്ത് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ വസതിയിലാണ് യോഗം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 3-ാം സീറ്റ് യോഗത്തിൽ പ്രധാന ചർച്ചയാകും. ലീഗിന് 3-ാം സീറ്റിന് അർഹതയുണ്ടെന്ന് UDF യോഗത്തിലും ലീഗ് ഉന്നയിച്ചിരുന്നു. വയനാട്, പാലക്കാട്, കാസർഗോഡ് സീറ്റുകളിൽ ഏതെങ്കിലും ഒന്നിൽ മത്സരിക്കണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ, KPA മജീദ്, MPമാരായ PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ, PV അബ്ദുൾ വഹാബ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. ഇതിനിടെ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ രാവിലെ പാണക്കാട് എത്തുന്നുണ്ട്. ലീഗ് നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും. ഇന്ന് കൊച്ചിയിൽ നടക്കുന്ന സംസ്ഥാന കമ്മിറ്റി യോഗം ഇക്കാര്യം ചർച്ച ചെയ്യും. ജയസാധ്യതയുള്ള 3 സീറ്റുകൾ സംഘടനയ്ക്ക് വിട്ടു നൽകണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. കൊച്ചിയിൽ നടക്കുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പ് വിഷയം വിശദമായി ചർച്ച ചെയ്യും. തുടർന്ന് പ്രമേയം പാസാക്കി ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് കൈമാറും. തെരഞ്ഞെടുപ്പ് രംഗത്ത് യുവജനങ്ങൾക്ക് അർഹമായ പരിഗണന നൽകുമെന്ന രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം സംസ്ഥാന നേതൃത്വം നടപ്പിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. മുൻ വർഷങ്ങളിൽ അർഹമായ പരിഗണന യൂത്ത് കോൺഗ്രസിന് ലഭിച്ചിട്ടില്ല. ഇത്തവണ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവണം. എല്ലാവരെയും സ്ഥാനാർത്ഥികളാക്കണമെന്നൊന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ
നല്ല വിജയപ്രതീക്ഷയുള്ള നല്ല പൊതുവായി അംഗീകാരമുള്ള ചെറുപ്പക്കാർ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ട്. അപ്പോൾ അവർക്ക് നല്ല പരിഗണന നൽകണം എന്നുള്ളതാണ് പാർട്ടി നേതൃത്വത്തോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ആ നിലയിലുള്ള ഒരാവശ്യം ഞങ്ങൾ പൊതുവായി പ്രകടിപ്പിക്കും. തീർച്ചയായും കോൺഗ്രസ് പ്രസിഡന്റ് ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള ഒരു വലിയ മാറ്റം യുവാക്കളുടെ ഒരു പ്രത്യേകമായിട്ടുള്ള പരിഗണനയിലൂടെ ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ. ഇടുക്കി, വയനാട്, ആലത്തൂർ സീറ്റുകളാണ് യൂത്ത് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഇടുക്കിയിൽ ചില മുതിർന്ന നേതാക്കളുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നതും ഇടുക്കിക്കായുള്ള കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ സമ്മർദ്ദവും യൂത്ത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസ് കഴിഞ്ഞ തവണ ഇടുക്കിയിൽ പരാജയപ്പെട്ടിരുന്നു. മുന്നണിയുടെ ഉറച്ച സീറ്റായ വയനാട്ടിൽ മുൻ MP MI ഷാനവാസിന്റെ മകൾക്ക് സീറ്റ് നൽകരുതെന്ന വികാരവും ഒരു വിഭാഗത്തിനുണ്ട്. MS അനീഷ് കുമാർ, ന്യൂസ് 18, കൊച്ചി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും കേരള സംരക്ഷണ യാത്രയുടെയും ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ CPM സംസ്ഥാന സമിതി യോഗം ഇന്ന് നടക്കും. ഈ മാസം 14-നാണ് ഇടതുമുന്നണി മേഖലാ ജാഥകൾ ആരംഭിക്കുന്നത്. ഇതിനു മുന്നോടിയായി സീറ്റ് വിഭജനത്തിനുള്ള ഉഭയകക്ഷി ചർച്ചകളും ആരംഭിക്കും. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് ചെയ്ത SP ചൈത്ര തെരേസ ജോണിനെതിരെ യോഗത്തിൽ വിമർശനമുയർന്നേക്കും. ചൈത്രയ്ക്കെതിരെ നിയമ നടപടിക്ക് അനുമതി നൽകണമെന്ന തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യം സംസ്ഥാന സമിതി ചർച്ച ചെയ്യും. CMP CPMൽ ലയിക്കുന്നു. കൊല്ലത്ത് നാളെയാണ് ലയന സമ്മേളനം. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ലയന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ലയനത്തോടെ നിയമസഭയിലെ CPM MLAമാരുടെ എണ്ണം 59 ആകും. CMPയുടെ പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനപ്രകാരമാണ് CPMൽ ലയിക്കുന്നത്. CPM പച്ചക്കൊടി കാട്ടിയതനുസരിച്ചാണ് ലയനം. കൊല്ലത്ത് നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് ചേരുന്ന ലയന സമ്മേളനം CPM പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വർഗീയതയെയും ഫാസിസത്തെയും ചെറുത്തു തോൽപ്പിക്കാൻ CPM ശക്തിപ്പെടണം. ഈ സാഹചര്യത്തിലാണ് CPMൽ ലയിക്കുന്നതെന്ന് CMP നേതൃത്വം വ്യക്തമാക്കുന്നു. കൂടുതൽ ശക്തമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാകണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറുതും വലുതുമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ യോജിച്ച് പ്രവർത്തിച്ചുകൊണ്ട് വർഗീയതയ്ക്കും അതുപോലെ തന്നെ ഉള്ള ശക്തികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നാണ് CMP കരുതുന്നത്. ലയനത്തോടെ നിയമസഭയിലെ CPM അംഗങ്ങളിൽ ഒരാളുടെ വർധനയുണ്ടാകും. CMP പ്രതിനിധിയായി വിജയിച്ച ചവറ വിജയൻപിള്ളയും ഇനി CPM MLA ആയാവും അറിയപ്പെടുക. ലയനത്തോടെ ചവറ നിയമസഭാ സീറ്റും CPMന് സ്വന്തമാകും. നിയമസഭയിലെ CPM പ്രാതിനിധ്യം 58-ൽ നിന്നും 59 ഉയരും. ഏറെ രാഷ്ട്രീയ ചർച്ചകൾക്കൊടുവിലാണ് CMP CPMൽ ലയിക്കാൻ തീരുമാനിച്ചത്. 1986-ൽ സ്ഥാപിച്ച CMP MV രാഘവന്റെ മരണശേഷം 2 പിളർന്നു. അരവിന്ദാക്ഷൻ വിഭാഗം ഇടതുപക്ഷത്തോടൊപ്പവും CP ജോൺ വിഭാഗം UDFനൊപ്പവുമായിരുന്നു. ഇടതുപക്ഷത്തോടൊപ്പമുള്ള CMPയാണ് CPMൽ ലയിക്കുന്നത്. ന്യൂസ് 18, കൊല്ലം. തെരഞ്ഞെടുപ്പ് അരികെ രാജ്യത്തെ ഏക സിറ്റിംഗ് MPയെ വീണ്ടും കളത്തിലിറക്കി പൂരൻ നഗരിയെ ഒപ്പം നിർത്താൻ CPI ശ്രമിക്കുമോ? അതോ ജനപ്രിയതയിൽ ഒരുപടി മുന്നിൽ നിൽക്കുന്ന മുൻമന്ത്രി KP രാജേന്ദ്രനെ കളത്തിലിറക്കുമോ? VM സുധീരൻ മുതൽ ലതിക സുഭാഷ് വരെയാണ് കോൺഗ്രസിന്റെ പട്ടികയിൽ. K സുരേന്ദ്രനെയും തുഷാർ വെള്ളാപ്പള്ളിയെയും NDA പരിഗണിക്കുമ്പോൾ പൂരൻ നഗരിയിലെ തെരഞ്ഞെടുപ്പ് പൂരം പൊടിപാറും. തൃശൂരിന്റെ മനസ്സ് കൂടുതൽ ചാഞ്ഞിട്ടുള്ളത് ഇടത്തോട്ടാണ്. പക്ഷേ തുടർച്ചയായി 3 തവണ കോൺഗ്രസിനെ വിജയിപ്പിച്ച ചരിത്രവും മണ്ഡലത്തിനുണ്ട്. വിജയസാധ്യതയുള്ള A+ മണ്ഡലത്തിലാണ് തൃശൂരിനെ BJP ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഒന്നാഞ്ഞു പിടിച്ചാൽ പൂരനഗരി കൂടെ പോരുമെന്ന് ഏവരും കണക്കുകൂട്ടുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 38,000-ലധികം വോട്ടിനാണ് CPIയിലെ CN ജയദേവൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി KP ധനപാലിനെ തോൽപ്പിച്ചത്. അങ്ങനെ CN ജയദേവൻ ലോക്സഭയിലെ ഏക CPI MPയുമായി. നിലവിലെ സാഹചര്യത്തിൽ തൃശൂർ പിടിക്കാൻ CN ജയദേവനേക്കാൾ പ്രതിച്ഛായയുള്ള മറ്റാരെയെങ്കിലും രംഗത്തിറക്കണമെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ നിലപാട്. അതുകൊണ്ടുതന്നെ രണ്ടാം ഊഴത്തിന് അവസരമുണ്ടോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിനും ഉറപ്പില്ല. രണ്ടാം അംഗത്തെക്കുറിച്ച് ചോദിച്ചാൽ CN ജയദേവന്റെ മറുപടി ഇങ്ങനെ: ഇലക്ഷൻ ഡിക്ലറേഷന് ശേഷം പാർട്ടി ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്. മിക്കവാറും മാർച്ചാദ്യത്തോടുകൂടി അത് പറയാൻ പറ്റും. ചില രംഗത്ത് ഞാൻ 5 പൊതു തെരഞ്ഞെടുപ്പിലായി മത്സരിക്കുന്നത്. 5 പാർട്ടി പറഞ്ഞിട്ടാണ്, ഇനിയും പാർട്ടി പറഞ്ഞ് മത്സരിക്കും. ജയദേവിന് പകരം മുൻ മന്ത്രിയായിരുന്ന KP രാജേന്ദ്രനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ തുടങ്ങിയിട്ടുള്ളത്.
കൃഷിമന്ത്രി VS സുനിൽകുമാറിനെ തന്നെ കളത്തിലിറക്കണമെന്ന് പറയുന്നവരും പാർട്ടിയിലുണ്ട്. PC ചാക്കോയും AC ജോസുമെല്ലാം മിന്നുന്ന വിജയം നേടിയ മണ്ഡലം തിരിച്ചുപിടിക്കാൻ 18 അടവും പയറ്റാനാണ് കോൺഗ്രസിന്റെ തയ്യാറെടുപ്പ്. VM സുധീരന്റെ പേര് സജീവമാണെങ്കിലും DCC പ്രസിഡന്റ് കൂടിയായ TN പ്രതാപനാണ് കൂടുതൽ പരിഗണന. AI ഗ്രൂപ്പുകളുടെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകും. വനിതാ സ്ഥാനാർത്ഥിയെങ്കിൽ പത്മജ വേണുഗോപാൽ, ലതിക സുഭാഷ് എന്നിവരുടെ പേരുകളും പട്ടികയിലുണ്ട്. പാർട്ടി എന്ത് പറഞ്ഞാലും അനുസരിക്കും. പാർട്ടി പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ് ഏത് കോൺഗ്രസ് പ്രവർത്തകന്റെയും ആത്യന്തികമായ കടമ. ഞാൻ ആ കടമ നിർവഹിക്കും. കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കി ത്രികോണ മത്സരത്തിനാണ് NDA കോപ്പുകൂട്ടുന്നത്. BJPയിലെ V മുരളീധരൻ വിഭാഗത്തിന് സ്വാധീനമുള്ള ജില്ലാ ഘടകം മുന്നോട്ട് വെക്കുന്ന പേര് K സുരേന്ദ്രന്റേതാണ്. AN രാധാകൃഷ്ണനും B ഗോപാലകൃഷ്ണനും പട്ടികയിലുണ്ട്. BDJSന് നൽകിയാൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചേക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ മുഴുവൻ സീറ്റുകളും കൂടെ നിന്നതാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. എന്നാൽ ഈ പ്രതീക്ഷ അമിത പ്രതീക്ഷയാകുമോ എന്നറിയാൻ കാത്തിരിക്കണം. സുവി വിശ്വനാഥൻ, News 18, തൃശൂർ. കേന്ദ്ര ബജറ്റിലൂടെ സർക്കാർ രാഷ്ട്രീയ നയം പ്രഖ്യാപിച്ചതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കളമൊരുങ്ങി. ജയപരാജയങ്ങൾ നിർവചിക്കാൻ കെൽപ്പുള്ള ഇടത്തരക്കാർ, കർഷകർ, തൊഴിലാളികൾ എന്നീ വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടാകും പ്രചാരണമെന്ന് പ്രതിപക്ഷവും വ്യക്തമാക്കി കഴിഞ്ഞു. ഫെബ്രുവരി 9 വരെ നീളുന്ന ബജറ്റ് സമ്മേളനത്തിലും തുടർന്ന് തെരഞ്ഞെടുപ്പ് ബജറ്റ് മുൻനിർത്തിയുള്ള രാഷ്ട്രീയ പോരാട്ടമാകും നടക്കുക. ഒരു വശത്ത് കർഷകർക്ക് പ്രതിമാസം 500 രൂപ അക്കൗണ്ടിൽ നൽകി നരേന്ദ്രമോദി, അസംഘടിത മേഖലയ്ക്ക് പെൻഷൻ, 3 കോടി ഇടത്തരക്കാർക്ക് ആദായ നികുതി ഇളവ്, 10% സാമ്പത്തിക സംവരണം, മേമ്പൊടിയായി രാമക്ഷേത്ര നിർമ്മാണമടക്കമുള്ള പ്രഖ്യാപിത അജണ്ടകൾ. Transferred directly into the bank accounts of beneficiary farmers in 3 equal installments of ₹2,000 each. This program will be funded 100% by the government of India. മറുവശത്ത് പാവപ്പെട്ടവർക്ക് അടിസ്ഥാന വരുമാനം ഉറപ്പാക്കുമെന്ന പ്രഖ്യാപനവും റഫാലിലെ അഴിമതി ആരോപണവുമായി രാഹുൽ ഗാന്ധി. ഇടക്കാല ബജറ്റിലടക്കം മോദി സർക്കാർ നൽകിയ പ്രഖ്യാപനങ്ങൾ കണ്ണിൽ പൊടിയിടലെന്ന് ഒരേ സ്വരത്തിൽ മറ്റു പ്രതിപക്ഷ പാർട്ടികൾ. മോദി സർക്കാരിന്റെ ഇടക്കാല ബജറ്റ് അവതരണം കൂടി പൂർത്തിയായതോടെ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. ഈ ബജറ്റ് സർവവ്യാപി, സർവസ്പർശി, സർവസമാവേശി है, സർവോത്കർഷ को समर्पित है. പ്രതിപക്ഷത്തിന്റെ പ്രകടന പത്രികയേക്കാൾ പാർലമെന്റിലെ പ്രഖ്യാപനങ്ങൾ സർക്കാരിന് മേൽക്കൈ നൽകുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. എന്നാൽ 5 വർഷമായി പ്രവർത്തിക്കാത്ത സർക്കാർ അവസാന നിമിഷം നടത്തുന്ന പ്രഖ്യാപനങ്ങൾ വോട്ടർമാരെ അപമാനിക്കുന്നതാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ മറുവാദം. 3.5 लाख करोड़ रुपए 15 लोगों का कर्जा माफ कर सकते हो और किसान को आप 17 रुपए देते हो, दिन के 17 रुपए. अपमान नहीं है तो क्या है? രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 45 വർഷത്തിനിടയിലെ ഉയർന്നതാണെന്ന കണക്ക് പൂഴ്ത്തിവെച്ചുവെന്നാണ് ആരോപണം. ഇത് പ്രതിപക്ഷം ആയുധമാക്കും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരും മുമ്പ് കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നും കാത്തിരുന്നു കാണാം. News 18, ഡൽഹി. പുതിയ CBI ഡയറക്ടറെ തിരഞ്ഞെടുക്കാൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള സമിതി ഇന്ന് വീണ്ടും യോഗം ചേരും. ഇന്നലെ ചേർന്ന യോഗത്തിൽ തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് ഇന്ന് വീണ്ടും യോഗം ചേരുന്നത്. CISF ഡയറക്ടർ ജനറൽ രാജേഷ് രാജിന്റെ പേരാണ് പ്രധാനമന്ത്രി ഇന്നലെ നിർദ്ദേശിച്ചത്. എന്നാൽ മല്ലികാർജ്ജുൻ ഖാർഗെ ഇതിനെ പിന്തുണച്ചില്ല. പ്രധാനമന്ത്രി, കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് എന്നിവരാണ് സെലക്ട് കമ്മിറ്റിയിൽ ഉള്ളത്. റഷ്യയുമായുള്ള മിസൈൽ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറി. കരാർ വ്യവസ്ഥകൾ റഷ്യ ലംഘിച്ചുവെന്ന് ആരോപിച്ചാണ് അമേരിക്കയുടെ പിന്മാറ്റം. ഇതോടെ അമേരിക്ക റഷ്യ ബന്ധം കൂടുതൽ വഷളാകും. 1987 ഡിസംബർ 8 അമേരിക്കൻ പ്രസിഡന്റായിരുന്ന റൊണാൾഡ് റീഗനും സോവിയറ്റ് യൂണിയൻ തലവനായിരുന്ന മിഖായിൽ ഗോർബച്ചോവുമാണ് കരാർ ഒപ്പിട്ടത്. കരയിൽ നിന്ന് വിക്ഷേപിക്കുന്ന 500 മുതൽ 5000 കിലോമീറ്റർ വരെ പ്രഹരശേഷിയുള്ള ക്രൂയിസ് മിസൈലുകൾ നിർമ്മിക്കുന്ന 31 വർഷം പഴക്കമുള്ള ഈ കരാർ റഷ്യ പാലിക്കുന്നില്ലെന്നാണ് അമേരിക്കയുടെ ആക്ഷേപം. കരാർ പാലിക്കാൻ റഷ്യയ്ക്ക് അനുവദിച്ച 60 ദിവസത്തെ കാലാവധി അവസാനിക്കുന്നതോടെയാണ് അമേരിക്ക കടുത്ത തീരുമാനമെടുത്തത്. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപെയാണ് പിന്മാറ്റ തീരുമാനം പ്രഖ്യാപിച്ചത്. We have raised Russia's non-compliance with Russian officials, including at the highest levels of government, more than 30 times. Yet Russia continues to deny that its missile system is non-compliant and violates the treaty. കരാർ പിന്മാറ്റം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ശീതയുദ്ധകാലത്ത് ഒപ്പുവെച്ച കരാർ അമേരിക്ക കൃത്യമായി പാലിച്ചു വരികയായിരുന്നുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അമേരിക്കയുടെ പിന്മാറ്റം ആണവശക്തികൾക്കിടയിൽ മത്സരം ശക്തമാക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. കരാറിൽ നിന്ന് പിന്മാറിയെങ്കിലും റഷ്യയുടെ വൻതോതിലുള്ള ആയുധ നിർമ്മാണം അനുവദിക്കില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്.
ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണെന്ന് വ്യക്തമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. വാർത്തകൾ തുടരുന്നു. വിദേശത്ത് പിടിയിലായ അധോലോക കുറ്റവാളി രവി പൂജാരിയെ ചോദ്യം ചെയ്യാൻ കേരള പോലീസ് നീക്കം തുടങ്ങി. പൂജാരിയെ ഇന്ത്യയിലെത്തിച്ചാൽ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. രവി പൂജാരിയുടെ അറസ്റ്റിൽ സന്തോഷമുണ്ടെന്ന് നടി ലീന മരിയ പോൾ പ്രതികരിച്ചു. ആഫ്രിക്കൻ രാജ്യമായ സെനഗലിൽ രവി പൂജാരി അറസ്റ്റിലായ വിവരം അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം പുറത്തുവിട്ടിരുന്നു. കേരള പോലീസിന് ഇക്കാര്യം സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഇനി ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ അറസ്റ്റിനെക്കുറിച്ച് വ്യക്തതയ്ക്കായി പോലീസ് ഇന്റർപോളിനെ സമീപിച്ചു. സ്ഥിരീകരണത്തിന് ശേഷം ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെടും. നടി ലീന മരിയ പോളിന്റെ ബ്യൂട്ടി പാർലർ വെടിവെപ്പുമായി ബന്ധപ്പെട്ട കേസിൽ രവി പൂജാരി ആരോപണ വിധേയനാണ്. പണം ആവശ്യപ്പെട്ട് 4 വട്ടം രവി പൂജാരി ഫോണിൽ ബന്ധപ്പെട്ടതായി നടി പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച തെളിവുകളും കൈമാറി. വെടിവയ്പ് നടന്ന ബ്യൂട്ടി പാർലറിന്റെ സമീപത്തു നിന്നും രവി പൂജാരിയുടെ പേരിലുള്ള ഭീഷണിക്കത്തും കണ്ടെത്തിയിരുന്നു. പൂജാരിയുടെ അറസ്റ്റിൽ സന്തോഷമുണ്ടെന്ന് ലീന മരിയ പോൾ ന്യൂസ് 18നോട് പറഞ്ഞു. കേരളത്തിലും നിരവധി പേർ പൂജാരിയുടെ ഭീഷണിക്ക് വഴങ്ങി പണം നൽകിയിട്ടുണ്ട്. അനന്തര നടപടികൾ അഭിഭാഷകരുമായി ആലോചിക്കും. എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല. അതെന്റെ ലോയേഴ്സ് ആയിരിക്കുമല്ലോ ഡിസൈഡ് ചെയ്യുന്നത്. കാരണം ഞാൻ ഓൾറെഡി പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്, കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട്. സോ ദേ വിൽ ആക്ട് ഫോർ മീ. ഇറ്റ്സ് നോട്ട് അപ് ടു മീ. ഗുജറാത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് രവി പൂജാരി അറസ്റ്റിലായതെന്നാണ് സൂചന. ബംഗളൂരു പോലീസ് ഇയാൾക്കെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. മുംബൈ അടക്കമുള്ള നഗരങ്ങളിലും കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി നിരവധി കേസുകൾ പൂജാരിക്കെതിരായുണ്ട്. ന്യൂസ് 18 കൊച്ചി. നിരക്ക് വർധനയ്ക്കൊരുങ്ങി കൊച്ചിയിലെ ഓൺലൈൻ ടാക്സികൾ. തൊഴിലാളി സമരം ഒത്തുതീർപ്പാക്കാൻ നടത്തിയ ചർച്ചയിലാണ് നിരക്ക് വർധനയ്ക്ക് കമ്പനികൾ സമ്മതിച്ചത്. ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ കൊച്ചിയിൽ ചേർന്ന യോഗത്തിലാണ് നിരക്ക് വർധന എന്ന തൊഴിലാളികളുടെ ആവശ്യം കമ്പനികൾ അംഗീകരിച്ചത്. പരിഷ്കരിച്ച നിരക്കുകൾ തിങ്കളാഴ്ച റീജിയണൽ ലേബർ കമ്മീഷണർക്ക് സമർപ്പിക്കാമെന്ന് ഊബർ, ഓല കമ്പനികൾ അറിയിച്ചു. സർവീസിന് കമ്മീഷൻ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ നിരക്ക് വർധനയ്ക്കായി തൊഴിലാളികൾ 1 മാസം സമരം നടത്തി. ആ ചർച്ചയിൽ അവർ പ്രപ്പോസൽ വെക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ചില്ല. എങ്കിലും അവർ വലിയ രീതിയിലുള്ളൊരു ഫെയർ വർധനവിനൊന്നും അവർ തയ്യാറല്ല. വളരെ ചെറിയ രീതിയിലൊരു ഫെയർ വർദ്ധിപ്പിച്ചുകൊണ്ട് 1 മാസം ട്രയൽ ഓടി നോക്കാൻ പറഞ്ഞു. അത് ലാഭമാണോ നഷ്ടമാണോ ട്രയൽ ഓടി നോക്കാൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഈ വരുന്ന 4-ാം തീയതി പുതിയ ഫെയർ വർധനവ് അവർ ലേബർ കമ്മീഷണർ മുമ്പാകെ വെക്കും. 5-ാം തീയതി മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് അവർ നമ്മളോട് പറഞ്ഞേക്കുന്നത്. തത്വത്തിൽ അംഗീകാരമായെങ്കിലും വലിയ വർധനവുണ്ടാവില്ലെന്ന് സൂചനയുണ്ട്. തിരക്കുള്ള സമയങ്ങളിൽ അമിത നിരക്ക് ഈടാക്കുന്ന സർജ്, ഷെയർപൂൾ സംവിധാനങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യവും അടുത്തയാഴ്ച നടക്കുന്ന യോഗത്തിൽ ചർച്ച ചെയ്യും. ന്യൂസ് 18 കൊച്ചി. മിനിമം വേതനം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നഴ്സുമാർ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ തൃശൂർ വെസ്റ്റ്ഫോർട്ട് ആശുപത്രിക്ക് മുൻപിൽ അനിശ്ചിതകാല റിലേ നിരാഹാര സമരം ആരംഭിച്ചു. പ്രൈവറ്റ് ഹോസ്പിറ്റൽ വർക്കേഴ്സ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിലാണ് സമരം. നഴ്സുമാർ, നഴ്സിംഗ് അസിസ്റ്റന്റ്, അറ്റൻഡർ, പാരാമെഡിക്കൽ ജീവനക്കാർ ഉൾപ്പെടെ 102 തൊഴിലാളികളാണ് സമരത്തിലുള്ളത്. മിനിമം വേതനം നൽകുക, കഴിഞ്ഞ വർഷം നൽകിയ രീതിയിൽ ബോണസ് അനുവദിക്കുക, ശമ്പള പരിഷ്കരണം നടപ്പാക്കുക, എല്ലാ ജീവനക്കാർക്കും ഷിഫ്റ്റ് സമയം ക്രമീകരിക്കുക, അന്യായമായ ശിക്ഷണ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ആവശ്യങ്ങൾ അംഗീകരിച്ചു കിട്ടുന്നതുവരെ സമരം തുടരുമെന്ന് തൊഴിലാളികൾ പറയുന്നു. പല പ്രാവശ്യം മാനേജ്മെന്റിനെ സമീപിച്ചു. അപ്പോൾ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളോടൊരു പുച്ഛിച്ച് തള്ളണ ഭാവത്തിൽ, ഒന്നുമല്ലാത്ത രീതിയിൽ ഞങ്ങളെ പലതവണ അവഗണിച്ച രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ പല പ്രാവശ്യം അവിടെ ഞങ്ങൾക്ക് തുല്യ വേതനം തരണം, കോടതി നടപ്പാക്കിയ മിനിമം വേതനമെങ്കിലും ഞങ്ങൾക്ക് തരണം. മിനിമം വേതനം അല്ലാണ്ട് കൂടുതൽ ആനുകൂല്യമല്ല ചോദിക്കണത്, ഞങ്ങൾക്ക് വേറെ ഇൻക്രിമെന്റ് അല്ല ചോദിക്കണത്. ജീവിക്കാനുള്ള അവകാശം, മിനിമം വേതനം അത് ഞങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ. 2 മുതൽ 15 വർഷത്തിൽ കൂടുതലായി വെസ്റ്റ്ഫോർട്ട് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന സ്ഥിരം ജീവനക്കാരാണ് സമരം ചെയ്യുന്നത്. ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ മാനേജ്മെന്റ് പ്രതിനിധികളും തൊഴിലാളികളും തമ്മിൽ 3 വട്ടം ചർച്ച നടത്തിയെങ്കിലും സമവായത്തിലെത്തിയില്ല. ന്യൂസ് 18 തൃശൂർ. പറശ്ശിനിക്കടവ് കൂട്ടബലാത്സംഗ കേസിൽ തളിപ്പറമ്പ് പോലീസ് ഇന്ന് കുറ്റപത്രം സമർപ്പിച്ചേക്കും. തലശ്ശേരി സെഷൻസ് കോടതിയിലാണ് കേസ്. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി പറശ്ശിനിക്കടവിലെ ലോഡ്ജിൽ വെച്ച് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയെന്നാണ് കേസ്. ലോഡ്ജ് ജീവനക്കാരനുൾപ്പെടെ 5 പ്രതികളാണ് കേസിലുള്ളത്. കഴിഞ്ഞ ഡിസംബർ 4-നായിരുന്നു സംഭവം. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് സ്റ്റേഷനുകളിൽ വേറെയും കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മാധ്യമ നിയന്ത്രണത്തിൽ മയപ്പെടുത്തിയ സർക്കുലറുമായി സർക്കാർ. പൊതുസ്ഥലങ്ങളിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രതികരണങ്ങൾ തേടുന്നത് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നു എന്ന മുൻപ് വിവാദമായ ഭാഗം പുതിയ സർക്കുലറിൽ ഇല്ല. അഭിമുഖങ്ങൾക്ക് PRD വഴി അനുമതി തേടണമെന്ന വ്യവസ്ഥയും മാറ്റി.
കടുത്ത പ്രതിഷേധത്തെ തുടർന്നാണ് മാധ്യമ നിയന്ത്രണ നീക്കത്തിൽ നിന്നും സർക്കാരിന്റെ പിന്മാറ്റം. നവംബർ 11-ന് ആഭ്യന്തര സെക്രട്ടറി സുബ്രതോ ബിശ്വാസ് ഇറക്കിയ ഉത്തരവായിരുന്നു വിവാദമായത്. വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും ഉൾപ്പെടെ പൊതുസ്ഥലങ്ങളിൽ മാധ്യമങ്ങൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം തേടുന്നത് സുരക്ഷാ പ്രശ്നം ഉണ്ടാക്കുന്നുവെന്നായിരുന്നു ഉത്തരവിലെ പരാമർശങ്ങളിലൊന്ന്. കഴിഞ്ഞ ദിവസം സുബ്രതോ ബിശ്വാസ് തന്നെ തിരുത്തിയിറക്കിയ ഉത്തരവിൽ ഇത് ഒഴിവാക്കിയിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിൽ നേതാക്കൾ സംസാരിക്കുന്നുവെങ്കിൽ അറിയിപ്പ് PRD വഴി മാത്രമേ നൽകാവൂ എന്ന ഭാഗവും മാറ്റി. എല്ലാ മാധ്യമങ്ങളെയും വിവരങ്ങൾ അറിയിക്കാം. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും അഭിമുഖങ്ങൾക്ക് PRDയുടെ അനുമതി വേണമെന്ന നിർദ്ദേശവും മാറ്റി. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഓഫീസുകൾ വഴി നേരിട്ട് മാധ്യമങ്ങൾക്ക് അനുമതി തേടാം. വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സെക്രട്ടേറിയറ്റിലെ വിവിധ ബ്ലോക്കുകളിലും പ്രതികരണങ്ങൾക്കായി പ്രത്യേക മീഡിയ കോർണറുകൾ സ്ഥാപിക്കും. മാധ്യമ നിയന്ത്രണത്തിനെതിരെ പ്രതിപക്ഷവും പ്രതിഷേധിച്ചതോടെ ഉത്തരവിൽ ഭേദഗതി വരുത്തുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. രണ്ടാം ഊഴം സിനിമയാകുന്ന കാര്യത്തിൽ സംവിധായകൻ ശ്രീകുമാർ മേനോനുമായി ധാരണയായിട്ടില്ലെന്ന് MT വാസുദേവൻ നായരുടെ അഭിഭാഷകൻ. മഹാഭാരതം എന്ന പേരിൽ MTയുടെ തിരക്കഥയിൽ സിനിമ ഒരുങ്ങുന്നുവെന്ന ജോമോൻ പുത്തംപുരയ്ക്കലിന്റെ വാദം തെറ്റാണെന്ന് MTയുടെ അഭിഭാഷകൻ വ്യക്തമാക്കി. പുതിയ നിർമ്മാതാവുമായി ചേർന്ന് MTയുടെ തിരക്കഥയിൽ മഹാഭാരതം തുടങ്ങാൻ കരാറിൽ ഒപ്പുവെച്ചെന്ന ജോമോൻ പുത്തംപുരയ്ക്കലിന്റെ വാദം തെറ്റാണെന്ന് MTയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശിവരാമകൃഷ്ണൻ. നിർമ്മാതാവ് SK നാരായണനും സംവിധായകൻ ശ്രീകുമാർ മേനോനും തന്റെ സാന്നിധ്യത്തിൽ ധാരണയിലെത്തിയെന്നായിരുന്നു ജോമോൻ പുത്തംപുരയ്ക്കലിന്റെ അവകാശവാദം. എന്നാൽ ഇക്കാര്യം MT അറിഞ്ഞിട്ടില്ലെന്ന് അഡ്വക്കേറ്റ് ശിവരാമകൃഷ്ണൻ വ്യക്തമാക്കി. കേസ് പിൻവലിച്ച് സിനിമയുമായി മുന്നോട്ടു പോകാനുള്ള ഒരു നീക്കവും MTയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. MT അറിഞ്ഞുകൊണ്ട് കരാർ ഒപ്പിച്ചിട്ടില്ല. അങ്ങനെ പ്രപ്പോസലൊക്കെ ഉണ്ടാവാം, അതിനെ സംബന്ധിച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ടാവാം. പക്ഷേ ഒരു കരാറിൽ ഒപ്പിടുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ആർക്കും ചെയ്യാനും പറ്റൂല. ഇത് കോടതിയിൽ ഒരു സാധനം നിലവിലുള്ളപ്പോൾ അത് ചെയ്യാനും സാധിക്കില്ലല്ലോ. MTയുമായി മോഹൻലാൽ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മഹാഭാരതവുമായി മുന്നോട്ടു പോകാൻ ധാരണയായെന്നും ജോമോൻ പറഞ്ഞിരുന്നു. അത്തരത്തിലൊരു ചർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും MTയുടെ തിരക്കഥയിൽ ശ്രീകുമാർ മേനോന് സിനിമയെടുക്കാൻ നിയമപരമായ തടസ്സങ്ങളുണ്ടെന്നും ശിവരാമകൃഷ്ണൻ വ്യക്തമാക്കി. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള വിവേചനമില്ലാതാക്കാൻ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഉപരാഷ്ട്രപതി M വെങ്കയ്യ നായിഡു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും മാതൃഭാഷാ പഠനവും പ്രോത്സാഹിപ്പിക്കണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനെത്തിയ ഉപരാഷ്ട്രപതി തേവര സേക്രഡ് ഹാർട്ട് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അവസരങ്ങളും വെല്ലുവിളികളും നേരിടാൻ യുവതലമുറ തയ്യാറാകണം. വിദ്യാഭ്യാസം മൂലധനമാണ്. നമ്മുടെ സംസ്കാരത്തിലും ജീവിത മൂല്യങ്ങളിലും ഉറച്ച വിദ്യാഭ്യാസത്തിലൂടെ മുന്നേറണമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഒരു കുടുംബത്തെയാണ് സഹായിക്കുന്നത്. കുട്ടികളെ ആദ്യം മാതൃഭാഷ പഠിപ്പിക്കണം, അതിനുശേഷമാകണം മറ്റു ഭാഷകളെന്നും അദ്ദേഹം പറഞ്ഞു. My dear young friends, remember that education is not only for employment, it is not merely for employment. Education is for enhancement of knowledge. Education is for enlightenment. Education is for empowerment. And finally, education is for employment. Unfortunately, we are looking at reverse now. We have to understand this. Education is for enlightenment, for enhancement of knowledge and empowerment of individual. And then, of course, for employment also. യോഗ ഒരു നല്ല വ്യായാമമാണെന്നും അത് ഒരു മതത്തിന്റെയോ മോദിയുടെയോ ചിഹ്നമല്ലെന്നും വെങ്കയ്യ നായിഡു പറഞ്ഞു. ഗവർണർ ജസ്റ്റിസ് P സദാശിവം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KV തോമസ് MPയുടെ വിദ്യാധനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിതരണം ചെയ്യുന്ന കിൻഡിലുകളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. മേയർ സൗമിനി ജെയിൻ, ഹൈബി ഈഡൻ MLA, കോളേജ് പ്രിൻസിപ്പൽ ഫാദർ പ്രശാന്ത് പാലക്കപ്പിള്ളിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് 18 കൊച്ചി.